ഇപ്പോഴേ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ സീസണാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഏതൊരു ഫ്രൂട്ട്സ് കടേൻ്റെ മുന്നിലും ഉണ്ട് നമ്മളുടെ ഈ ഒരു കസ്റ്റേർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതാപ്പഴം അല്ലേ. അപ്പം നമുക്കിത് വെച്ചിട്ട് ഇന്നൊരു അടിപൊളി സംഭവം ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. കുറേ ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, അതിൽ ഏറ്റവും കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഈ ഒരു കസ്റ്റേർഡ് ആപ്പിൾ. നമ്മളിവിടെയൊക്കെ സീതാപ്പഴം എന്നാണ് പറയുക, അല്ലെങ്കിൽ ആത്തച്ചക്ക എന്ന് പറയും കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്കൊന്നൊരു അടിപൊളി സംഭവം ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുരു കളയുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതറിയുന്ന കുറേ പേരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സീതാപ്പഴം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം അങ്ങനെ ഓവറായിട്ട് നമ്മൾ അരച്ചെടുക്കരുത്. ഒന്നിങ്ങനെ ട്രാക്കൂലേ അതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും കുരുവൊക്കെ നമുക്ക് വേറെ ആയി കിട്ടും കേട്ടോ. പിന്നെ അത് നമുക്ക് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമേ. ഇതേപോലെ കേട്ടോ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ മുകളിലായിട്ട് വരും. അപ്പോൾ കുരുവൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കുരു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് സാബൂനരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാബൂനരി നല്ലതുപോലെ കഴുകി ഒരു 2 വിസിലിന് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ട്. അല്ലാണ്ടും നമുക്ക് പാലിൽ തന്നെ തിളപ്പിച്ചെടുക്കാം, കുറച്ച് ടൈം ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്ന് വേഗം തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ടാകും കേട്ടോ. ആ ഒരു പാല് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം, തിളപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസാണല്ലോ അല്ലേ, നമുക്ക് കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഡിഷ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും 2 സ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം തന്നെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമുക്ക് ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒഴിച്ച പാടെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. അതും കൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് ആപ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കസ്റ്റേർഡ് ആപ്പിൾ റെഡിയാക്കി വെച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ചെയ്യേണ്ട. ഈ ഒരു സാബൂനരിയൊക്കെ വേവിച്ച് പാലൊക്കെ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കസ്റ്റേർഡ് ആപ്പിൾ കുരുവൊക്കെ കളഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 ഏലക്കായും കൂടെ ഒന്ന് കുത്തി ചതച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് നെയ്യിൽ വഴറ്റിയിട്ട് അതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളുടെ ആ ഒരു ഡിഷ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി കസ്റ്റേർഡ് ആപ്പിൾ വാങ്ങുമ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴും വെറുതെ കഴിക്കുകയല്ലേ ചെയ്യാറ്, ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ ലാസ്റ്റ് മാത്രം നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ അത് മാത്രം ഒന്ന് ഇതിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി സംഭവമാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.